ചേട്ടോ ആ ഈ ടവറിന് നീ കാണിക്കണേ? നിനക്ക് ഞാൻ വരാം, അങ്ങോട്ട് വരാം. ആ എന്താന്ന് പറഞ്ഞു ടവറിന് മുകളിൽ പരിപാടി? ആ ടവറിന്റെ മുകളിൽ നിന്ന് എനിക്ക് ഒരു മാസം 50,000 രൂപ വരെ കിട്ടുന്നുണ്ട്. 50,000 രൂപയോ? ചേട്ടാ എത്ര മുടക്കിയതിന്? ഞാൻ എത്ര മുടക്കിയെന്നോ? ഇത് ഈ ടവർ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റാണ് എനിക്ക് മാസം 50,000 രൂപ വരുന്നത്, അറിയോ? ചേട്ടൻ എന്താ പറയണേ? നമ്മുടെ സർക്കാരാ? ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞാൽ എനിക്ക്. അപ്പൊ നീ വീടുകളിലൊക്കെ ടവർ ഇപ്പൊ കാണാറില്ലേ? വീട് പറമ്പിലൊക്കെ ടവർ കാണാറില്ലേ? അതെന്ന് വെച്ചാൽ കമ്പനികൾ നമ്മുടെ വീട്ടിൽ ടവർ വെക്കുന്നതിന് അവർ റെന്റ് നമുക്ക് തരും. എയർടെല്, വി, അങ്ങനെ കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ, മൊബൈൽ കമ്പനീസ്. അപ്പൊ ഇവര് നമുക്ക് കാശ് തരും നമ്മുടെ പറമ്പിൽ ടവർ വെച്ച് കഴിഞ്ഞാൽ. മനസ്സിലായ? 25 മുതൽ 50,000 രൂപ വരെ ഇത് ഉണ്ടാക്കാം. ഈ ഗ്രാമത്തിലാണ് നമ്മൾ ടവർ വെക്കുന്നതെങ്കിൽ 25,000 രൂപ കിട്ടും. ഇനി അതെല്ലാം നഗരപ്രദേശങ്ങളിലാണ് നമ്മൾ ടവർ വെക്കുന്നതെങ്കിൽ നമുക്ക് 50,000 രൂപ വരെ കിട്ടും. നിനക്കൊരു പറമ്പുണ്ടായാൽ മാത്രം മതി, അല്ലെങ്കിൽ നിനക്കൊരു സ്പേസ് ഉണ്ടായാൽ മാത്രം മതി. 5 പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഇതിന്റെ പെർമിഷൻ എല്ലാ കാര്യങ്ങളും മൊബൈൽ കമ്പനി നോക്കിക്കോളും. 500 തൊട്ട് 2,000 വരെ സ്ക്വയർ ഫീറ്റിലുള്ള ഒരു സ്പേസ് നിനക്കുണ്ടോ? ഈസി ആയിട്ട് കാശ് ഉണ്ടാക്കാം. അപ്പൊ ഇത് നീ വെച്ചോ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് മൊബൈൽ ടവർ സ്ഥാപിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന് താഴെ കമന്റായി അത് എഴുതുക. ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മൊബൈൽ നെറ്റ്വർക്ക് ടവറിൽ നിന്നുള്ള റേഡിയേഷൻ ചിലപ്പോൾ ആരോഗ്യത്തിന് ഹാനികരമായേക്കാം. അനുവദീയമായ സേഫ്റ്റി ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ടാണ് ടവർ സ്ഥാപിക്കുന്നതെന്ന് ഉറപ്പാക്കുക. ബോസ്വാല, ബി ദ ബോസ്.